നമ്മുടെ നാട്ടിലെ ഹോം ബ്രൂയിങ്ങിൽ മികച്ച കഴിവുള്ള അമേച്വർ റേഡിയോ ഓപ്പറേറ്റേഴ്സ് സ്വന്തമായിട്ടുണ്ടാക്കുന്ന റേഡിയോ ആണ് റേഡിയോ ബെറി. അത് ഒരു HF ട്രാൻസീവർ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് അതുണ്ടാക്കുന്നത്. ബാക്കി കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുണ്ട്, ബോർഡ് മാത്രം വാങ്ങിച്ചാൽ പോരാ. അത് റാസ്ബെറി പൈ SDR ഹാറ്റാണ്. ആ ബോർഡ് ഒരു റാസ്ബെറി പൈ ഹാറ്റ് ഹാർഡ്വെയർ അറ്റാച്ച്ഡ് ഓൺ ടോപ്പാണ്. അത് റാസ്ബെറി പൈൻ്റെ ഫങ്ഷണാലിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബോർഡാണ്. അപ്പോൾ റാസ്ബെറി പൈയുടെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയറാണത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 1 മുതൽ 30 വരെ മെഗാഹെർട്സ് ആണ്. അതിൽ പ്രധാന ചിപ്പ് AD9866. അതൊരു 12 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. അതിൽ ഒരു RX ചാനലും ഒരു TX ചാനലും ഉണ്ട്. മാക്സിമം ബാൻഡ് വിഡ്ത്ത് 384 കിലോ ഹെർട്സ് ആണ് ഒരു ചാനലിൻ്റെ. അപ്പോൾ ഇതാണ് റേഡിയോ ബെറി. അതിവിടെ കുറേ പേര് ഇപ്പോൾ കേരളത്തിൽ തന്നെ എൻ്റെ അറിവിലൊരു 4-5 പേരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. നല്ല സിഗ്നലാണ്. അതിന് വാട്ടർഫോൾ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് റേഡിയോൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഉഷാറാണ് കാണാൻ. അതൊരു ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്പേഴ്സിനും ഹോബീസിനൊക്കെ അതിൻ്റെ കേപ്പബിലിറ്റീസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യുന്നത് VU2 XTOയും VU3 ZOF ആണ്. പിന്നെ VU2 DGR അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന VU3 JUSും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസാണ്. കൺട്രോളിങ് കോൺഫിഗറേഷനൊക്കെ അതിന് ചെയ്യാൻ പറ്റും. പവർ സപ്ലൈ വരുന്നത് റേഡിയോ ബെറി ബോർഡിലേക്ക് വരുന്നത് റാസ്ബെറി പൈ എന്നാണ്. റാസ്ബെറി പൈക്ക് വേറെ അതിൻ്റെ ഒഫീഷ്യൽ പവർ സപ്ലൈ ഉണ്ട്. അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയാൻ റേഡിയോ ബെറിയുടെ ഒരു GitHub വിക്കി ഉണ്ട്. അതിൽ വളരെ വിശദമായിട്ടുള്ള വിവരങ്ങളുണ്ട്. റേഡിയോ ബെറിയുടെ ഉപജ്ഞാതാവ് PA3 GSBയുടെയാണ് ആ വിക്കി. AD9866 ഒരു 12 ബിറ്റ് ബ്രോഡ്ബാൻഡ് മോഡം മിക്സ് സിഗ്നൽ ഫ്രണ്ട് എൻഡ് ആണ് അനലോഗ് ഡിവൈസസ് എന്ന്. AD എന്ന് പറയുന്നത് അനലോഗ് ഡിവൈസസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയതുകൊണ്ടാണ്. അത് റീപർപ്പസ് ചെയ്ത് ഡയറക്റ്റ് ഡൗൺ കൺവേർഷൻ ആൻഡ് ഡയറക്റ്റ് അപ്പ് കൺവേർഷൻ SDR ആക്കിയിരിക്കുകയാണ്. 30 മെഗാഹെർട്സ് വരെ കവർ ചെയ്യുന്നത്.